ഹലോ, ഞാൻ ഡോക്ടർ ശാന്തകുമാരി, തിരുവനന്തപുരം മാതാ ആയുർവേദ ഹോസ്പിറ്റൽസ് അതിലെ ചീഫ് ഫിസിഷ്യനും മാനേജിംഗ് ഡയറക്ടറാണ്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കെരാറ്റോകോണസ് എന്ന ഒരു നേത്രരോഗത്തെ സംബന്ധിച്ചാണ്. കെരാറ്റോകോണസിന് ആയുർവേദത്തിൽ ചികിത്സ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം അത് ആ രോഗത്തിന്റെ തീവ്രത, അതിന്റെ സിംറ്റംസ് അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് അതിനർത്ഥം. എന്താണ് കെരാറ്റോകോണസ് എന്ന് പറഞ്ഞാൽ? ആ കെരാറ്റോകോണസ് എന്ന വാക്കിൽ നിന്ന് ചെറിയ ഒരു അർത്ഥം കിട്ടുന്നുണ്ട്. കെരാറ്റോ എന്ന് പറയുന്നത് കോർണിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കും കോണസ് എന്ന് പറഞ്ഞാൽ കോർണിയ ഷേപ്പിനെ ഉദ്ദേശിച്ചാണ്. അപ്പൊ അതുകൊണ്ട് കോർണിയയ്ക്ക് വരുന്ന അതിന്റെ അനാറ്റമിയിൽ വരുന്ന ഒരു ചേഞ്ച് ആണ് ഈ രോഗത്തിന്റെ നിദാനം. അതായത് സാധാരണ രീതിയിൽ ഒരു സർഫസ് ഓഫ് എ ബോൾ, അതായത് ഒരു വളരെ സ്ഫെറിക്കലായിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കണം കോർണിയയ്ക്കുള്ളത്. അപ്പോൾ അതിന് വരുന്ന മാറ്റം ഏത് രീതിയിലുള്ള മാറ്റം എന്ന് വെച്ചാൽ, അത് ഇങ്ങനെ സർഫസ് വളരെ ഒരു സ്മൂത്ത് ആയിരിക്കുന്നതിന് പകരം കുറച്ചുകൂടി കോണിക്കലായിട്ട് ഒരു ട്രയാങ്കിൾ പോലെ ഒരു കോണിക്കൽ ഷേപ്പിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കെരാറ്റോകോണസ്. അപ്പോൾ ഒരു അനാറ്റമിക്കൽ ചേഞ്ചും കൂടിയാണത്. സ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചേഞ്ച് എന്ന് പറയുന്നത് തന്നെയാണ് ഈ കെരാറ്റോകോണസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അങ്ങനെ ആയാൽ എന്താ കുഴപ്പം? ഇപ്പൊ ഒരാളുടെ മൂക്ക് നീണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് വിരലിന് നീളം പോലെ എന്നൊക്കെ പറയുന്നത് പോലെ കോർണിയ അങ്ങനെ ആയതുകൊണ്ട് എന്ത് പ്രോബ്ലം എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ അനാറ്റമിക്കലായിട്ടുള്ള അതിന്റെ ആ ക്യാരക്ടറിസ്റ്റിക്, അതിന്റെ ആ സ്വഭാവത്തിന് അതിന്റെ ഫങ്ഷൻസുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കാരണം കണ്ണിന്റെ ശരിയായ പ്രവർത്തനം പൊതുവെ എല്ലാവർക്കും അറിയാം. കാരണം ലൈറ്റ് റേസ് പുറമിൽ നിന്ന് പാരലായിട്ട് പാസ് ചെയ്ത് നേരെ കണ്ണിനകത്ത്, അതിന്റെ ഉൾക്കണ്ണിനകത്ത് പോസ്റ്റീരിയർ ആയിട്ട് ഏറ്റവും പിൻഭാഗത്ത് ഒരു പ്രത്യേക പോയിന്റില് റെറ്റിനയിലെ മേഖല എന്ന സ്ഥലത്ത് വന്ന് കൺവേർജ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ അടിസ്ഥാനം, തുടക്കം. അപ്പൊ ആ പ്രത്യേക പോയിന്റിൽ തന്നെ കൺവേർജ് ചെയ്യണമെങ്കിൽ പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് അതേ രീതിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ കൺവേർജ് ചെയ്യില്ലല്ലോ. അപ്പൊ അതൊരു പ്രത്യേക പോയിന്റിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് ഡീവിയേറ്റ് ഒരു പോയിന്റിലേക്ക് എത്തണം. ഇതിനെ കണ്ണിനകത്തുള്ള ആ പാസ് ചെയ്യുന്ന എല്ലാ മീഡിയ, അപ്പൊ 4 മീഡിയ ഉണ്ട് കണ്ണില് ഇതിനു വേണ്ടിയുള്ള. ഒന്ന് ഏറ്റവും ഫ്രണ്ടിലുള്ള കോർണിയ എന്നുള്ള ട്രാൻസ്പെറന്റ് ആയിട്ട് കൃഷ്ണമണിയുടെ മുകളിൽ, ആ കൃഷ്ണമണി എന്ന് പറയുന്ന സ്ഥലം, ആ കറുപ്പിന്റെ മുകളിൽ ചില്ല് പോലെ കാണുന്ന സ്ഥലം, അതിന് പിന്നിലുള്ള ഒരു ഫ്ലൂയിഡ് സിസ്റ്റം, അതായത് അക്യസ് ഹ്യൂമർ, അതിനും പിറകിൽ വരുന്ന ലെൻസ്, അതിനും പിറകിൽ വിട്രിയസ് ഹ്യൂമർ, ഇതൊക്കെയാണ് റിഫ്രാക്റ്റീവ് മീഡിയ. ഇതിന്റെ ഒക്കെ പ്രോപ്പർട്ടിയാണ് ലൈറ്റ് റേസിനെ വേണ്ട രീതിയിൽ ഡീവിയേറ്റ് ചെയ്ത് പോയിന്റിലേക്ക് എത്തിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ ഡീവിയേഷനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ അനാറ്റമിക് സ്ട്രക്ചേഴ്സിനെ എന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന് കർവേച്ചർ തന്നെയാണ്. അപ്പോൾ ഈ കർവേച്ചറിന് വരുന്ന മാറ്റം ഈ ലൈറ്റ് റേസിന്റെ ഡീവിയേഷനെ ബാധിക്കും. അപ്പൊ കോർണിയ, അത് അവിടെയാണ് ഈ കോർണിയയുടെ കർവേച്ചറിന് വരുന്ന ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഓരോ അനാറ്റമിക്കൽ സ്ട്രക്ചറിന്റെയും അതിന്റെ കർവേച്ചർ, പിന്നെ അതിന്റെ കൺസിസ്റ്റൻസി, അതിന്റെ ഘടന, അതിന്റെ ക്വാളിറ്റി, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെ കെരാറ്റോകോണസിൽ സംഭവിക്കുന്നത് ഏറ്റവും ബാഹ്യമായിട്ടുള്ള കോർണിയ എന്ന ഭാഗത്തിന്റെ ഈ കർവേച്ചറിന് വരുന്ന ചേഞ്ച്. അപ്പൊ ഒരു സ്ഫെറിക്കലായിട്ട് കിടക്കുന്നതിന് പകരം കോണിക്കലായിട്ട് കിടക്കുമ്പോൾ അതിന്റെ എന്താ പറയുക, അതിന്റെ ഡീവിയേഷൻ വളരെ വ്യത്യാസം വരും, അതിന്റെ റിഫ്രാക്ഷൻ വളരെ വ്യത്യാസം വരും. അപ്പൊ ഇങ്ങനെ വ്യത്യാസം വരുന്നതുകൊണ്ട് അതിന് കറക്റ്റ് അതിലേക്ക് മേഖലയിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. പക്ഷെ ഇതാണ് കാരണം പലരും ആദ്യം തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാറില്ല. കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, ദൂരെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ബ്ലെയറിംഗ് ആയിട്ട് കാണുന്നു എന്നുള്ള ലക്ഷണമായിരിക്കും. ആദ്യം കണ്ണട വെക്കാൻ തുടങ്ങും, ഷോർട്ട് സൈറ്റിന് വെക്കുന്ന പോലെ ഗ്ലാസ് വെക്കുന്നു. പക്ഷെ അതുകൊണ്ട് ശരിയാവുന്നില്ല, കണ്ണട വെച്ചിട്ടും വലിയ ഗുണമില്ല എന്ന് പറയുന്നൊരു ഘട്ടത്തിലായിരിക്കും അടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് പോകുന്നത്. അപ്പോൾ ഈ ഒരു റിഫ്രാക്റ്റീവ് മീഡിയത്തെ പറ്റിയും ഇൻവെസ്റ്റിഗേഷന് പോകും.
അങ്ങനെയാണ് കെരാറ്റോകോണസ് എന്നുള്ള കാര്യം നമുക്ക് ഫൈനലായിട്ട് ഡയഗ്നോസ് ചെയ്ത് കിട്ടുന്നത്. അതിൻ്റെ ടോപ്പോഗ്രാഫി കണ്ടുപിടിക്കാനുള്ള രീതികളുണ്ട്, സർഫസിൻ്റെ എല്ലാം ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡുണ്ട്. അതുകൊണ്ടൊക്കെ ഡയഗ്നോസ് വളരെ എളുപ്പത്തിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കർവച്ചർ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിനൊരു തുള്ളിമരുന്ന് ഒഴിച്ച്, ഈ ഡിസ്ക്രിപ്ഷൻ തന്നെ നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഒരു തുള്ളിമരുന്ന് ഒഴിച്ച് കഴിഞ്ഞ് ശരിയാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് കണ്ണിലെ അല്ലെങ്കിൽ ഒരു മരുന്ന് കുടിച്ചിട്ട് ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അതിന് അതിൻ്റെതായ രീതിയിൽ ബേസിക് ലെവലിലുള്ള വളരെ ശാസ്ത്രീയമായ ഒരു ചികിത്സാ പദ്ധതിയിലേക്ക് തന്നെ കടക്കണം. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഇതൊരു അനാറ്റമിക്കൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാം. നമുക്ക് അതിന് വല്ല ട്രീറ്റ്മെന്റ് ലേസർ ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ പ്രസ് ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കോർണിയ മാറ്റി വയ്ക്കാം. സിമ്പിൾ, വളരെ എളുപ്പമുള്ള കാര്യമുണ്ടോ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ. പക്ഷെ അതൊന്നും അത്ര ഈസി ആയിട്ടുള്ള മെത്തേഡിലല്ല. കോർണിയ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കണ്ണ് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞ ചികിത്സയ്ക്കാണ് ഈ പറയുന്നത്. അത് ഈസി ആയിട്ട് നടന്ന് എല്ലാം ശരിയായി എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ 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 കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതല്ലാത്ത മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും ഫസ്റ്റ് എപ്പോഴും നല്ലത്. കാരണം മെഡിസിൻ കൊണ്ട് നടന്നില്ലെങ്കിൽ പോരെ വേറെ ആലോചിക്കുക എന്നതാണ് എൻ്റെ ഒരു അഡ്വൈസ്. അപ്പോൾ മെഡിസിൻ കൊണ്ട് നമുക്കതിനെ നമുക്ക് ഒരുപാട് മാറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ ചികിത്സയിൽ നിന്നുള്ള അനുഭവം. അപ്പം അതിൽ പക്ഷെ ഒരു തുള്ളിമരുന്ന് ഒഴിച്ച് മാറ്റാൻ പറ്റില്ല. നമുക്ക് കോർണിയയ്ക്ക് ബലം കൊടുത്ത് അതിനെ നോർമലിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ചെയ്യണം. അതിനൊപ്പം തന്നെ ആ കോർണിയയ്ക്ക് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് തന്നെ വേണ്ട ശരിയായ രീതിയിലുള്ള ഐബോൾ മൂവ്മെന്റ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു പദ്ധതികൾ അവിടെ അത്തരം കാര്യങ്ങളെ കൊണ്ട് നമുക്ക് അതിന് പരിഹാരം കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് നസ്യം, നേസൽ ഡ്രോപ്സ് വളരെ എഫക്റ്റീവുള്ള കാര്യമാണ്. പക്ഷെ മെഡിസിൻസ് ആണ്, സെലക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ തലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, സൈഡ് മസാജ് ഉണ്ട്, ശിരോധാരയുണ്ട്, ശിരോവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കണ്ണിൽ ചെയ്യുന്ന കണ്ണിൽ മരുന്ന് കെട്ടി നിർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ നേത്രതർപ്പണം എന്ന് പറയും. എൻ്റെ ഇതിൽ വേണ്ടത്ര പ്രഷറിൽ വേണ്ട രീതിയിലുള്ള മരുന്നുകൾ കോർണിയ പ്രൊട്ടക്ട് ചെയ്ത് അതിനെ പ്രഷർ കൊടുത്ത് ശരിയാക്കത്തക്ക രീതിയിലുള്ള മരുന്നുകൾ കണ്ണിൽ കെട്ടി നിറച്ച് നിർത്തുന്ന രീതികളുണ്ട്. ഇത്തരം കാര്യങ്ങളെ കൊണ്ട് കോർണിയയിലെ നമുക്ക് അതിൻ്റെ നോർമലായ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇല്ലാതെയാക്കാനും കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള ആയുർവേദത്തിലെ മെത്തേഡ്സും ചികിത്സാ രീതികളും ആയുർവേദത്തിൽ ധാരാളം ഉണ്ട്. അത് നമുക്ക് കെരാറ്റോകോണസ് എന്ന് കേട്ടത് കൊണ്ട് പേരിൽ മാത്രം ഒരുപാട് പേടിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ദർ ആർ മെത്തേഡ്സ്, ലെറ്റ് us ട്രൈ എന്ന് വിചാരിക്കണം. അതുകൊണ്ട് ഗുണം കിട്ടും. നമുക്ക് പ്രോഗ്രസ് ചെയ്യാത്ത രീതിയിലും കുറച്ചുകൂടി ബെറ്റർ ആവുന്ന രീതിയിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് ഡോക്ടർ ശാന്തകുമാരി, മാതാ ആയുർവേദ ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്ത്. അതിൻ്റെ ചീഫ് ഫിസിഷ്യനാണ്. താങ്ക് യു.